ഫിറ്റോണിയ പ്ലാന്റ് അതേപോലെ തന്നെ നെറു പ്ലാന്റിൻ്റെ കെയറിംഗ് ആണെന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മുകൾ പെട്ടെന്ന് നമുക്ക് നട്ട് ഒരുപാട് വലിയ പ്ലാന്റുകളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പോട്ടി മിക്സിലാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം നനയ്ക്കുമ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അതേപോലെ തന്നെ ഏത് ഷെയ്ഡിലാണ് ഈ പ്ലാന്റ് വെക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതേപോലെ ചെയ്താൽ നമുക്ക് ചട്ടി നിറയെ ഇതേപോലെ മനോഹരമായ ഫിറ്റോണിയ പ്ലാന്റുകൾ നമുക്ക് ഇതേപോലെ ഇലകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കുന്നതിൻ്റെ മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നു വരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നമ്മൾ വലിയ പ്ലാന്റൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതേപോലെ പൂക്കൾ വരുന്നുണ്ടാവും അല്ലേ. അതവിടെ ആ ഒരു ഇങ്ങനെ മൂക്കാൻ അനുവദിക്കാതെ പെട്ടെന്ന് ചെറിയ പൂക്കളായിരുന്നപ്പോൾ തന്നെ കത്രിക കൊണ്ടൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഡയറക്റ്റ് സൺലൈറ്റ് തട്ടാത്തൊരു സ്ഥലത്ത് നല്ല വെളിച്ചം കിട്ടുന്നൊരു സ്ഥലത്ത് വെക്കുകയാണെങ്കിലും നല്ല തിളക്കമുള്ള ഇലകളും അതേപോലെ തന്നെ കുഞ്ഞു ബേബി പ്ലാന്റുകൾ ഇതിൽ തിങ്ങി നിറഞ്ഞു വരികയും ചെയ്യും. പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നനയ്ക്കുന്ന സമയത്ത് ആദ്യം നനച്ചു കൊടുത്തു, പിന്നെ ഒരു പോട്ടി മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടെ നമ്മളൊരു 4-5 ദിവസം അടുപ്പിച്ചൊക്കെ നമ്മൾ നനച്ചു കൊടുത്താൽ ഈ ഒരു പ്ലാന്റ് അഴുകി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് നല്ലൊരു പോട്ടി മിക്സ് വേണം. 1/4 ഭാഗത്തേക്ക് പെർലൈറ്റും 3/4 ഭാഗത്തേക്ക് ചകിരിച്ചോറാണ് എടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ളത് പ്രത്യേക രീതിയിലാണ് ഈ ഒരു ചകിരിച്ചോറ് എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അത് നമുക്ക് വീഡിയോയുടെ ഇടയ്ക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് പെർലൈറ്റും ഈ ഒരു ചകിരിച്ചോറും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ പോട്ടിലേക്ക് നമുക്ക് നിറച്ച് അതിനെ കട്ടിങ്സ് നട്ട് കൊടുക്കാം. അപ്പോൾ കട്ടിങ്സ് നമ്മൾ നട്ടത് കണ്ടോ നിറച്ചും വേര് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്ന് വലിയ പ്ലാന്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അതേപോലെയാണ് നമ്മൾ കട്ടിങ്സ് ഒന്ന് വേര് പിടിപ്പിച്ചെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. നനയ്ക്കുന്ന സമയത്തുണ്ടോ നമ്മൾ വെള്ളം നനയ്ക്കുന്നത് ഇതേപോലെ ഇലയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പോട്ടി മിക്സിലൊക്കെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൂടിയും കൊടുക്കാം. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഡ്രൈ ആയതിനു ശേഷമേ നമ്മൾ അടുത്ത പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് ഒരുപാട് വലിയ പോട്ടിലൊന്നും കട്ടിങ്സ് നടുന്ന സമയത്ത് എടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ചെറിയ പോട്ടിൽ നട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ കളറും നന്നായിട്ട് മിക്സായിട്ട് നടണമെങ്കിൽ വലിയ പോട്ട് എടുത്തിട്ട് നമുക്ക് 5-6 കളറുകൾ നമുക്ക് ഈ വലിയ പോട്ടിൽ നട്ടു കൊടുക്കാം. ഇതേപോലെ കട്ടിങ്സ് എടുക്കുക. നമുക്ക് അതിൻ്റെ നോട് ഭാഗത്ത് അടിഭാഗത്തൊക്കെ ഇലകളുണ്ടെങ്കിൽ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു 2 അതിൻ്റെ ആ ഒരു ഇല വരുന്ന ഭാഗം ഉണ്ടല്ലോ നോട്, ആ ഭാഗം മണ്ണിൻ്റെ അടിയിലാവുന്ന രീതിയിൽ നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പിന്നെ ആ വേര് വരുന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തണ്ടെന്നൊക്കെയാണ് വേര് വരുന്നത്. ഇതേപോലെ കത്തി എന്തെങ്കിലും എടുത്തിട്ട് ഉരുക്കളം എടുത്തിട്ട് നമുക്ക് ചെറിയൊരു ഹോളുണ്ടാക്കി അതിലേക്ക് ഇതേപോലെ കുത്തിയിറക്കി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചകിരിച്ചോറ് എടുത്തിട്ടുള്ളത് ആദ്യം നന്നായിട്ട് നമുക്ക് ഫംഗിസൈഡ് 1 സ്പൂൺ 1 ലിറ്ററിൽ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ആ വെള്ളത്തിൽ കുതിർത്തി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും. അതേ പിടിച്ച് കഴിയുമ്പോൾ പൊടിഞ്ഞ് വരുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മളിനി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഈ ഒരു പോട്ടി മിക്സ് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് കട്ടിങ്സ് നടന്നതെന്നും അതേപോലെ തന്നെ ഇല ഉപയോഗിച്ചിട്ട് ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് പിടിപ്പിച്ച് പുതിയ പ്ലാന്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടിട്ട് ഇല കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നനയ്ക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതേപോലെ തന്നെ കട്ടിങ്സ് നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി ചോദിക്കാം കേട്ടോ. അപ്പോൾ നല്ല വീഡിയോ നല്ല കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോ കാണാം. തൽക്കാലത്തേക്ക് എല്ലാവരോടും വിട പറയട്ടെ. ബൈ.